ഈ കൂട്ടത്തിൽ തന്റെ പ്രതിയോഗിയായ ഈശോയും മരിച്ചുവെന്ന് ഹെരോദാവ് കരുതി. എന്നാൽ മാലാഖയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞ് ഈശോയും കൊണ്ട് ജോസഫും മറിയയും ഈജിപ്തിലേക്ക് യാത്രയായി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഈശോയ്ക്ക് ഇന്ന് 30 വയസ്സ് പ്രായമുണ്ട്. ആ കണ്ണുകൾക്ക് എന്തൊരു തിളക്കം, എന്തൊരു വാചാലത. പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യം ഭരിക്കുന്ന കാലം. ദാ വരുന്നു സഖര്യാവിന്റെ പുത്രൻ സ്നാപക യോഹന്നാൻ. വെള്ളിത്താടി തലമുടിയും ഒട്ടകരോമക്കുപ്പായം, വെള്ളിത്താടി തലമുടിയും ഒട്ടകരോമക്കുപ്പായം, മൃഗധർമ്മം അരപട്ടയുമായി നീട്ടി വളർത്തിയ മൃഗധർമ്മം അരപട്ടയുമായി നീട്ടി വളർത്തിയ വെള്ളിത്താടി തലമുടിയും ഒട്ടകരോമക്കുപ്പായം, ഒട്ടകരോമക്കുപ്പായം, ഒട്ടകരോമക്കുപ്പായം. യോഹന്നാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, വഴിയൊരുക്കുവിൻ, നിങ്ങൾ വഴിയൊരുക്കുവിൻ, മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ. വഴിയൊരുക്കുവിൻ, നിങ്ങൾ വഴിയൊരുക്കുവിൻ, മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ. കർത്താവിൻ പാതയിൽ യാത്ര ചെയ്യുവിൻ, കർത്താവിൻ പാതയിൽ യാത്ര ചെയ്യുവിൻ, വിളതരാത്ത ചെടികളൊക്കെ വെട്ടിവിൻ. കർത്താവിൻ പാതയിൽ യാത്ര ചെയ്യുവിൻ, വിളതരാത്ത ചെടികളൊക്കെ വെട്ടിവിൻ. വഴിയൊരുക്കുവിൻ, നിങ്ങൾ വഴിയൊരുക്കുവിൻ, മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ, മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ, മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ. യോഹന്നാനെ കണ്ട ജനങ്ങളെല്ലാം ഓടിക്കൂടി. യഹൂദ പ്രമാണിമാരെയും മതപണ്ഡിതന്മാരെയും പരീശന്മാരെയും കണ്ടപ്പോൾ യോഹന്നാന്റെ വിധം മാറി. സ്നാപക യോഹന്നാൻ ഉറക്കെ ചോദിച്ചു, സർപ്പസന്തതികളെ, 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 മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വിളതരാത്ത ചെടികളുടെ ചുവടുകളിലെല്ലാം കോടാലി വെച്ചു കഴിഞ്ഞു. ജനങ്ങളോടിക്കൂടി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ഈ യോർദാൻ നദിയിലിറങ്ങി ജലസ്നാനം സ്വീകരിക്കുവിൻ. കൊടും പാപികൾ പോലും പശ്ചാത്തപിക്കുന്നു. സ്നാപക യോഹന്നാനിൽ നിന്നും ജലസ്നാനം സ്വീകരിക്കുന്നു. ജലസ്നാനം സ്വീകരിച്ച ജനങ്ങൾ സ്നാപക യോഹന്നാനോട് ചോദിച്ചു, അല്ല, ഞങ്ങൾക്കൊരു സംശയം. എന്താണ് നിങ്ങളുടെ സംശയം? നീ വരാതിരിക്കുന്ന ക്രിസ്തുവോ, അതോ ഏലിയാവോ, അതോ പ്രവാചകനോ? ഞാൻ ക്രിസ്തുവല്ല, ഞാൻ പ്രവാചകനല്ല, അവന് വഴിയൊരുക്കുവാൻ വന്നവൻ.